ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. സൂറത്തുൽ ബഖറയിലെ 7-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി വഖഫിന്റെ കാര്യമാണ്. ഈ ആയത്തിൽ നിർത്താൻ പറ്റുന്ന സ്ഥലങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം, അവിടെ നമുക്ക് നിർത്താം. വഅലാ അബ്സാരിഹിം ഗിശാവ, അവിടെയും നിർത്താം. വലഹും അദാബുൻ അദീം, ഇനി കൂട്ടി വായിച്ചാലും തെറ്റില്ല. ഈ സ്ഥലങ്ങളിലെല്ലാം നിർത്താമെന്ന് വഖഫിന്റെ പണ്ഡിതന്മാര് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വഅലാ അബ്സാരിഹിം, അവിടെ ദീർഘിപ്പിക്കേണ്ടതുണ്ട്. 4 5 ഖദർ ദീർഘമാണ് അവിടെ നിയമം. അൽ മദ്ദുൽ മുൻഫസിൽ എന്നാണ് ഈ നിയമത്തിന് പറയാറുള്ളത്. ഇനി ഗിശാവ എന്ന വാക്കിൽ നിർത്തുകയാണെങ്കിൽ ഈ താ ഹാഇനെ ശബ്ദമാക്കി മാറ്റണം. ഗിശാവ, അവിടെ ഹാഇന്റെ ശബ്ദം വ്യക്തമായി കേൾക്കണം. ഇനി കൂട്ടി വായിക്കുകയാണെങ്കിൽ അവിടെ നിയമം മാറുന്നുണ്ട്. ഇദ്ഗാം ബിഗുന്നയാണ് മണിക്കേണ്ട സ്ഥലമായി മാറും. വഅലാ അബ്സാരിഹിം ഗിശാവത്തുൻ വലഹും അദാബുൻ അദീം. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായി കേൾക്കാം. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 7-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. 7-ാമത്തെ ആയത്ത് ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവത്ത് വലഹും അദാബുൻ അലീം. അവരുടെ ഹൃദയങ്ങൾക്കും കാതിനും അള്ളാഹു മുദ്ര വച്ചിരിക്കുകയാണ്. അവരുടെ ദൃഷ്ടികളിന്മേലും ഒരു മൂടിയുണ്ട്. അവർക്കാകുന്നു കനത്ത ശിക്ഷയുള്ളത്. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഇനി ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ നമുക്ക് നോക്കാം. ഖതമല്ലാഹു, അള്ളാഹു മുദ്ര വച്ചു. അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിന്മേൽ. വഅല സമഇഹിം, അവരുടെ കേൾവിയുടെ, അതായത് അവരുടെ കാതുകളുടെ മേലും. വഅല അബ്സ്വാരിഹിം, അവരുടെ ദൃഷ്ടികളുടെ, അതായത് അവരുടെ കണ്ണിന്റെ മേലുമുണ്ട്. ഗിശാവത്ത്, ഒരു മൂടി. വലഹും, അവർക്കുണ്ട് താനും. അദാബുൻ, ശിക്ഷ. അലീം, വമ്പിച്ച അല്ലെങ്കിൽ കനത്ത. അപ്പോൾ ഇതിന്റെ അർത്ഥം, ഈ ആയത്തിന്റെ അർത്ഥം, അവരുടെ ഹൃദയങ്ങൾക്കും കാതിനും അള്ളാഹു മുദ്ര വച്ചിരിക്കുകയാണ്. അവരുടെ ദൃഷ്ടികളിന്മേലും ഒരു മൂടിയുണ്ട്. അവർക്കാകുന്നു കനത്ത ശിക്ഷയുള്ളത്. ഈ ആയത്തിന് തൊട്ടുമുമ്പ്, അതായത് സൂറത്തുൽ ബഖറയിലെ 7-ാമത്തെ ആയത്താണ് ഇത്. അപ്പോൾ ഇതിന് തൊട്ടുമുമ്പുള്ള 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, സത്യനിഷേധികളായ ഒരു കൂട്ടർ, അവർക്ക് നീ താക്കീത് നൽകിയാലും നീ അവർക്ക് താക്കീത് നൽകിയിട്ടില്ല എങ്കിലും സമമാകുന്നു, അവർ വിശ്വസിക്കുന്നതല്ല എന്നാണ്.
നിഷേധവും ധിക്കാരവും കൊണ്ട് സത്യനിഷേധികളായ ആളുകളുടെ ഹൃദയങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ഇനി അത്തരം ഹൃദയങ്ങളിലേക്ക് താക്കീതുകളും ഉപദേശങ്ങളും അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളൊന്നും പ്രവേശിക്കുകയില്ല. അതാണ് ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു മുദ്ര വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. ഇവിടെ ഖതമ എന്ന പദത്തിനാണ് മുദ്ര വെച്ചു എന്ന വാക്കാർത്ഥം വരുന്നത്. ഒരു പാത്രത്തിനോ അല്ലെങ്കിൽ ഒരു കത്തിനോ മുദ്ര വെച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ വല്ലതും കൂട്ടിച്ചേർക്കുവാനോ അതിൽ നിന്ന് വല്ലതും ഒഴിവാക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. അതോടുകൂടി ആ പാത്രത്തിന് അല്ലെങ്കിൽ ആ കത്തിന് ഭദ്രതയും അന്തിമ രൂപവും ആവുകയാണ്. ഇവിടെ അതേ അർത്ഥത്തിൽ അവരുടെ ഹൃദയങ്ങൾക്കും കാതിനും അള്ളാഹു സീൽ വെച്ചു അഥവാ മുദ്ര വെച്ചു എന്നാണ് പറയുന്നത്. ഈ പറയുന്നത് സഹോദരങ്ങളെ, അജ്ഞത കൊണ്ട് അള്ളാഹുവിൽ നിന്നും വന്നെത്തിയ സത്യങ്ങൾ നിഷേധിച്ചവരെ കുറിച്ചല്ല, മറിച്ച് സത്യം എന്താണ് എന്ന് വന്നു കിട്ടിയിട്ടും ധിക്കാരപൂർവം ആ സത്യത്തെ മറച്ചുവെക്കുകയും അത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അവർക്ക് അള്ളാഹുവിൽ നിന്നും വന്നു കിട്ടിയ ഉപദേശങ്ങളിൽ ശ്രദ്ധ കൊടുക്കുവാൻ വേണ്ടി, ചെവി കൊടുക്കുവാൻ വേണ്ടി, അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ കണ്ടു മനസ്സിലാക്കുവാൻ വേണ്ടി അവർ തയ്യാറല്ല എന്നതുകൊണ്ടാണ്. അവരുടെ ഹൃദയം മരവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദുർബലത കൈയടക്കിയ ഹൃദയങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്തിനെ വിശദീകരിക്കുന്ന മിക്ക തഫ്സീറുകളിലും ഈ ഹദീസ് ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ ഹദീസ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, പായ ഇഴകളാൽ ചുറ്റപ്പെട്ടതുപോലെ ഹൃദയം പരീക്ഷണങ്ങളാൽ വലയം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതായത് ഹൃദയത്തെ പൂർണ്ണമായി അത് സ്വാധീനിക്കുമെന്ന്. എന്നിട്ടോ തിന്മ ബാധിച്ച മനസ്സിൽ ഒരു കറുത്ത പുള്ളി വീഴും. അങ്ങനെ അത് വ്യാപിച്ച് ഹൃദയം മുഴുവൻ കറുത്ത മുദ്ര വെക്കപ്പെട്ട അവസ്ഥയിലെത്തും. അങ്ങനെ പിന്നീട് അവൻ നന്മയെ അംഗീകരിക്കുകയോ തിന്മയെ തള്ളിപ്പറയുകയില്ല, അവന്റെ ആഗ്രഹങ്ങളോട് യോജിക്കുന്നവ അല്ലാതെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ നിഷേധിക്കുക എന്നത് അത് വലിയ ഒരു തിന്മയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ ഹൃദയം മുഴുവൻ കറുത്ത മുദ്ര വെക്കപ്പെട്ട അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ തന്റെ ആഗ്രഹങ്ങളോട് യോജിക്കുന്നത് മാത്രമാണ് സ്വീകരിക്കുക. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് ആ വ്യക്തി പിന്നെ യാതൊരു വിലയും കൊടുക്കുകയില്ല. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഇത്തരം ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻആമിലെ 46-ാമത്തെ ആയത്തിലൂടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ് ആ ചോദ്യമെന്നോ? ആ റഅയ്തും, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഇൻ അഖദല്ലാഹു സംഅകും വഅബ്സാറകും, അള്ളാഹു നിങ്ങളുടെ കേൾവിയും കാഴ്ചകളും പിടിച്ചെടുക്കുകയും വഖതമ അലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിന്മേൽ അവൻ മുദ്ര വെക്കുകയും ചെയ്താൽ മൻ ഇലാഹും ഗൈറുല്ലാഹി യഅതീകും ബിഹി, അള്ളാഹു അല്ലാതെ ഏതൊരു ഇലാഹാണ്, ഏതൊരു ആരാധ്യനാണ് നിങ്ങൾക്കത് കൊണ്ടുവന്ന് തരാനുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ഒരു ചോദ്യമാണിത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അത് ഉപയോഗപ്പെടുത്തി നമ്മുടെ സ്രഷ്ടാവിനെ മനസ്സിലാക്കുവാനും അവന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യേണ്ട മനുഷ്യൻ അള്ളാഹു നൽകിയ ഹൃദയവും അള്ളാഹു നൽകിയ കണ്ണും അള്ളാഹു നൽകിയ കാതും ഇതൊന്നും ഉപയോഗിക്കാതെ അള്ളാഹുവിനെ നിഷേധിക്കുവാനും അവന്റെ കൽപ്പനകളോട് എതിര് പ്രവർത്തിക്കുകയുമാണ് സഹോദരങ്ങളെ. അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉപയോഗപ്പെടുത്തുന്നത്. ആ മനുഷ്യന്മാരോടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്, അള്ളാഹു നിങ്ങളുടെ കേൾവിയും കാഴ്ചകളും പിടിച്ചെടുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിന്മേൽ അവൻ മുദ്ര വെക്കുകയും ചെയ്താൽ അള്ളാഹു അല്ലാതെ ഏതൊരു ആരാധ്യനാണ് നിങ്ങൾക്കത് കൊണ്ടുവന്ന് തരാനുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു അവിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ പ്രയോഗങ്ങൾ ഖുർആനിലും ഹദീസിലും നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് ആ പ്രയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വതആല അവിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് സീല് വെച്ചിട്ടുണ്ട്, മുദ്ര വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഏതു രൂപത്തിലാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്? ഈ സത്യനിഷേധികളുടെ മനസ്സിലേക്ക് സത്യവിശ്വാസം പ്രവേശിക്കാത്ത രൂപത്തിൽ ആദ്യം തന്നെ അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് സീല് വെച്ചു കഴിഞ്ഞു എന്നാണോ ഇവിടെ ഈ ആയത്ത് കൊണ്ട് അല്ലെങ്കിൽ ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
അതുകൊണ്ട് സത്യവിശ്വാസം ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിയാതെ വന്നുവെന്നാണോ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇക്കാര്യം നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കുവാൻ വേണ്ടി ധാരാളം തെളിവുകൾ ഖുർആനിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. നമുക്കതിൽ പറഞ്ഞ ഒരൊറ്റ തെളിവിലേക്ക് മാത്രം ഈ ചുരുങ്ങിയ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അത് ഇസ്രായേല്യരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേല്യർ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായത് എന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിലെ 155-ാമത്തെ ആയത്തിൽ പറയാം. എന്താ അവരുടെ ചില സ്വഭാവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തുദ്ധരിക്കുകയാണ്. അവിടെ പറയുകയാണ്, അവർ കരാർ ലംഘിച്ചതിനാലും, ആര്? ഇസ്രായേല്യർ അവർ കരാർ ലംഘിച്ചതിനാലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചതിനാലും അന്യായമായി പ്രവാചകന്മാരെ കൊലപ്പെടുത്തിയതിനാലും തങ്ങളുടെ മനസ്സുകൾ അടഞ്ഞുകിടക്കുകയാണ് എന്ന് അവർ പറഞ്ഞതിനാലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, അവരുടെ സത്യനിഷേധം കാരണമായി അള്ളാഹു ആ മനസ്സുകളുടെ മേൽ മുദ്ര കുത്തിയിരിക്കുകയാണ്. ആകയാൽ ചുരുക്കം ചിലരല്ലാതെ അവർ വിശ്വസിക്കുകയില്ല എന്ന് അള്ളാഹു പറയുന്നത്. അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മുദ്ര കുത്തിയിരിക്കുകയാണ് എന്ന്. എന്താ അതിന്റെ കാരണം പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവരുടെ സത്യനിഷേധം കാരണമായി കൊണ്ടാണ് അവരുടെ മനസ്സുകൾ മുദ്ര കുത്തിയിരിക്കുന്നത് എന്നാണ്. എന്തൊക്കെയാണ് അവരുടെ സത്യനിഷേധം? അവർ കരാർ ലംഘിക്കുന്ന ആളുകളാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്ന ആളുകളാണ്, അന്യായമായി പ്രവാചകന്മാരെ കൊലപ്പെടുത്തിയ ആളുകളാണ്. അതുമാത്രമല്ല, അവരുടെ മനസ്സുകൾ അടഞ്ഞുകിടക്കുകയാണ് എന്ന് അവർ തന്നെയാണ് അക്കാര്യം പറയുന്നത്. ഇത് കേൾക്കാൻ താല്പര്യമില്ല, സ്വീകരിക്കാൻ താല്പര്യമില്ല എന്നുള്ള രൂപത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഹുദ, ആ മാർഗദർശനം വന്നെത്തുമ്പോൾ ഉള്ള അവരുടെ നിലപാടാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. അത് അവരുടെ സത്യനിഷേധമാണ് എന്നും ആ സത്യനിഷേധം കാരണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സുകളുടെ മേൽ മുദ്ര കുത്തിയിട്ടുള്ളത് എന്ന് കൃത്യമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഹൃദയം മുദ്ര കുത്തപ്പെടുന്നത് അവരുടെ സത്യനിഷേധം കാരണമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുമ്പോൾ, അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനിലെ 35-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞത്, തങ്ങൾക്ക് യാതൊരു ആധികാരിക പ്രമാണവും എന്ന് കിട്ടാതെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ തർക്കം നടത്തുന്നവരെ അത് അള്ളാഹുവിന്റെ അടുക്കലും സത്യവിശ്വാസികളുടെ അടുക്കലും വലിയ കോപഹേതുവായിരിക്കുന്നു. അപ്രകാരം അഹങ്കാരികളും ഗർവിഷ്ഠരുമായിട്ടുള്ളവരുടെ ഹൃദയങ്ങളിലെല്ലാം അള്ളാഹു മുദ്ര വെക്കുന്നതാണ് എന്ന് ഒന്നുകൂടി വിശദമാക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ സത്യനിഷേധത്തോടുള്ള അള്ളാഹുവിന്റെ വെറുപ്പാണ് അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്കും കാതിനും മുദ്ര വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ പ്രയോഗം പരിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ ഹദീസിലൂടെയും ഒക്കെ നമ്മൾ കാണുന്നത്. അവരുടെ ദൃഷ്ടികളിന്മേൽ ഒരു മൂടിയുണ്ട് എന്നൊക്കെയുള്ള പ്രയോഗവും സഹോദരങ്ങളെ ഈ അർത്ഥത്തിൽ തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. ഇത്തരം സത്യനിഷേധികൾക്ക് കനത്ത ശിക്ഷയാണ് ഉള്ളത് എന്ന താക്കീതോട് കൂടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 7-ാമത്തെ ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഭയാനകരമായ അള്ളാഹുവിന്റെ ഇത്തരം ശിക്ഷയിൽ നിന്ന് അള്ളാഹു നാം ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ.